ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LDCയിൽ ഇതുവരെ ചോദിച്ച IT-യുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ കണ്ട ചോദ്യങ്ങളാണ്. ഇതിന്റെ ഒരു അനാലിസിസിലേക്കല്ല നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ഓരോ ചോദ്യങ്ങളും വന്ന മേഖലകളുമോ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ തരികയോ അതല്ല വീഡിയോയുടെ ഉദ്ദേശം. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് പ്രധാനമായും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെ, നിങ്ങൾ പ്രധാനമായും പഠിക്കേണ്ടത്, ഒഴിവാക്കേണ്ടതായിട്ടുള്ള അല്ലെ ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തു നോക്കുന്നു, എന്നിട്ട് ഏതൊക്കെ മേഖലകൾക്ക് പ്രാധാന്യം ഉണ്ടത് മനസ്സിലാക്കുന്നു. ലെറ്റ്സ് റൂൾ. വെൽക്കം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ബൈറ്റ്, കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ടെറാബൈറ്റ്. ഇതിന്റെ അകത്ത് മെഗാബൈറ്റ് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ട്, ഇടയ്ക്ക് മിസ്സായിട്ടുള്ള ആളാരാണെന്നാണ് ചോദ്യം. മെഗാബൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ആര് വരണം? മെഗാ കഴിഞ്ഞാൽ പിന്നെ ആരാണ് വരേണ്ടത്? പറഞ്ഞേ. ബൈറ്റ്, കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, പിന്നെ ആര് വരണം? GB അല്ലടാ, ജിഗാബൈറ്റ്. ശരിയായ ഉത്തരം വിച്ച് ഇസ് കറക്റ്റ്, GB. അപ്പൊ ഈ ചോദ്യം വന്നിരിക്കുന്നത് മെമ്മറിയുടെ സ്റ്റോറേജ് യൂണിറ്റുകൾ എന്ന ഭാഗത്തു നിന്നാണ്. എന്താണ് ബിറ്റ്, എന്താണ് ബൈറ്റ്, എന്താണ് നിബിള്, അങ്ങനെ എത്ര ആൾക്കാർ ചേർന്നാണ് ഈ കഥകളാണ് ഇവിടുന്നാണ് ചോദ്യം വന്നേക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യം തന്നെയായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. എഡ്ജ്, മൈക്രോസോഫ്റ്റ്. ശരിയാണ്, മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ ആണ് എഡ്ജ്. ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് തെറ്റാണ്. ഫോട്ടോഷോപ്പ് അഡോബി എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. അപ്പൊ ഈ കാണിക്കുന്ന തിരുവനന്തപുരത്തിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്തായാലും പെട്ടെന്ന് പറഞ്ഞു പോവാം. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിന്റെ, ശരിയാണ്. ആൻഡ്രോയിഡ് ഗൂഗിളിന്റെ ആണെന്ന് ചോദിച്ചാൽ ശരിയാണ്. 1, 3, 4 ഓപ്ഷൻ ഡി, ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ്, കൂട്ടത്തിൽ ചേരാത്തത് ലാന്, വാന്, മാൻ. ഇതിനകത്ത് CAN അഥവാ ക്യാൻ എന്ന് പറയുന്ന ആളെ ഒഴിവാക്കാം. അതൊരു പക്ക നെറ്റ്വർക്ക് ഡിവിഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. മെറ്റ എന്ന് പറയുന്നത് ഫേസ്ബുക്കിന്റെ പേരന്റ് കമ്പനിയാണ്. ഫേസ്ബുക്ക് വരും, ഇവരുടെ കീഴിൽ തന്നെയാണ് വാട്സാപ്പ് ഉള്ളത്. വാട്സാപ്പിൽ സ്റ്റോറി ഇടുമ്പോൾ ഫേസ്ബുക്കിലും അത് വരണമെന്നൊക്കെ അവർ ചോദിക്കാറുണ്ട്, ഇൻസ്റ്റഗ്രാമിലും ചോദിക്കാറുണ്ട്. സോ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതെല്ലാം ഒറ്റ കമ്പനിയുടെയാണ്. ടെലഗ്രാം ഇത് വേറെയാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ടെലഗ്രാം എന്ന് പറയുന്നത്. മെറ്റയായിട്ട് യാതൊരു ബന്ധവുമില്ല. അടുത്ത, ഡീപ് ഫേക്ക് എന്നാൽ എന്തെന്നാണ് ചോദ്യം. ഡീപ് ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുക, ഫേക്ക് ആയിട്ടുള്ള എന്തോ സാധനം ഉണ്ടാക്കുന്നതാണ്. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതാണ് ശരിക്കും ഡീപ് ഫേക്ക് എന്ന് പറയുന്നത്. ഈ ചോദ്യം അല്പം കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റൻ ആണെന്ന് പറയാം. ഇതും വേണമെങ്കിൽ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. 5 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു, വന്ന ഭാഗങ്ങൾ മനസ്സിലായി. ഇനി മുൻപോട്ട്. LDC കൊല്ലം, കണ്ണൂർ ഈ 2 ജില്ലകളിലേക്ക് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ. സെൻസിറ്റീവ് ആയിട്ടുള്ള ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട ഏതെങ്കിലും അജ്ഞാത വ്യക്തി. സെൻസിറ്റീവ് വിവരങ്ങൾ എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഓപ്ഷനിൽ ഫിഷിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇത് കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും ഫിഷിംഗ് ആണ് ഉത്തരം. സെൻസിറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ അടിച്ചു മാറ്റാനായിട്ട് അവരവിടെ നിന്ന് വിളിക്കുന്നു, ഇവിടുന്ന് വിളിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മെസ്സേജ് അയക്കുന്നതെല്ലാം ഫിഷിംഗ് ആണ്. നമ്മുടെ യൂസർ ID, പാസ്വേഡ് എല്ലാം കൊണ്ടുവന്ന പരിപാടിയാണ് പറയുന്നത്. ഫിഷിംഗ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ്, പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ആളുടെ പേര് റൂട്ടർ എന്നാണ്. ഈ ഡാറ്റ പാക്കറ്റുകളെ ഫോർവേഡ് ചെയ്യാന്ന് പറയുന്ന ഫംഗ്ഷൻ റൂട്ടറിനുള്ളതാണ്. ഇതാണ് റൂട്ടർ എന്ന് വിചാരിച്ചോളൂ. ഈ റൂട്ടർ കുറെ നെറ്റ്വർക്കുകളെ, ഇതൊരു ലാനിനെ ഘടിപ്പിച്ചിട്ടുണ്ട്, ലാനിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്, പിന്നെ ദേ ഇവിടെ വാനുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഈ വാനിന്റെയും ലാനിന്റെ ഇടയ്ക്ക് ഓരോ അഡ്രസ്സിലേക്കും, അതായത് വാനിൽ നിന്ന് ഇങ്ങോട്ട് ഡാറ്റ പാക്കറ്റ് വരുമ്പോൾ ലാനിലേക്ക്, ലാനിലെ എങ്ങോട്ട്, ഏത് നെറ്റ്വർക്കിലേക്ക് അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്ക് ഈ വിവരങ്ങൾ പോകണം. അഡ്രസ്സിനകത്ത് ഈ ഡാറ്റ പാക്കറ്റ് എന്ന് പറയുന്ന ഡാറ്റ പാക്കറ്റിൽ IP അഡ്രസ് ഉണ്ടായിരിക്കും. എങ്ങോട്ടാണോ ഈ ഡാറ്റ പോകേണ്ടത് എന്ന അഡ്രസ്സാ. ഈ അഡ്രസ്സ് മനസ്സിലാക്കി പ്രോസസ്സ് ചെയ്തിട്ട് എങ്ങോട്ട് പോകണോ ആളെ അങ്ങോട്ട് റൂട്ട് ചെയ്ത് വിടുന്നത്, വഴിതിരിച്ച് വിടുന്നത്, ആ വഴിക്ക് വിടുന്നതൊക്കെ നമ്മളെ റൂട്ടറാന്ന് പറയാം. സോ റൂട്ടറിന്റെ ഫംഗ്ഷൻ ആണ് ശരിക്കും ഡാറ്റയെ പ്രോസസ്സ് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാന്നല്ല, ഡാറ്റ പാക്കറ്റുകളുടെ അഡ്രസ് ഒക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, റൂട്ടർ. 61ാമത്തെ ചോദ്യം. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്ത. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾ ആരാ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അയാൾക്ക് ഒരു പ്രത്യേക ജോലി ഉണ്ടായിരിക്കും, അതായിരിക്കും ചെയ്യുക. ഇപ്പോൾ വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇമേജ് എഡിറ്ററോ വീഡിയോ എഡിറ്ററോ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ. ഓക്കെ, അടുത്തത്. ഡാം ഒരു ഡാഷ് ആണ്. ഇതും കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് വന്നൊരു ചോദ്യമാണെന്ന് പറയാം. ഡാം എന്ന് പറയുന്നത് ബാക്ടീരിയ, നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ആയിട്ട് എന്തായാലും ബന്ധമില്ല. അപ്പൊ ഇതിവിടെ
ഉറപ്പായിട്ട് ഒഴിവാക്കാൻ പറ്റും. പിന്നെ സൂപ്പർ കമ്പ്യൂട്ടർ, ക്രിപ്റ്റോ കറൻസി, ഇതൊക്കെ നമുക്ക് സംശയം തോന്നാം. എന്തായാലും മാൽവെയർ ആണ്. ഡാം എന്ന് പറയുന്ന ഇടക്കാലത്ത് ഫേമസ് ആയിരുന്ന ഒരു മാൽവെയർ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇത് അത്രയ്ക്കും അങ്ങ് ഫേമസ് ആയെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാലും ചോദ്യം വന്നതാണ്, മാൽവെയർ ഓർത്തിരിക്കുക. ഇനി സൂപ്പർ കമ്പ്യൂട്ടറുകളെ കുറച്ച് പേരെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചാൽ ഫ്രണ്ടിയർ ആണ്, അമേരിക്കയുടെയാണ് ഏറ്റവും സ്പീഡ് കൂടിയത്. ഇനി ഐരാവത്ത് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും സ്പീഡ് കൂടിയ, ഇന്ത്യയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ഇവിടെ ഫുഗാക്കു എന്ന് പറയുന്നത്, പരംസിദ്ധി AI, സമ്മിറ്റ്, അറോറ, ഈഗിൾ എന്നൊക്കെ പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആള് സെയ്മോർ ക്രേ ആണ്. ആ പേരും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വെച്ചോണം, സെയ്മോർ ക്രേ എന്ന് വിളിക്കും. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ വിജയ് പി ഭട്കർ അല്ലെങ്കിൽ വിജയ് പി ഭട്നാക്കർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. ആളാണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് ഫ്ലോപ്സ് ആണ്, അതും മനസ്സിലാക്കിയിരിക്കുക. ഫ്ലോപ്സിൽ തന്നെ ഇത് ബേസ് യൂണിറ്റ് ആണ് ഫ്ലോപ്സ്. നമ്മൾ ഈ ഡാറ്റയൊക്കെ അളക്കുന്ന ബൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കിലോ ബൈറ്റ്, മെഗാബൈറ്റ് ഇങ്ങനെയല്ലേ പറഞ്ഞു പോകുന്നത്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ പോവുക. അതുപോലെ ഫ്ലോപ്സിന്റെ പെറ്റാഫ്ലോപ്സ് ഒക്കെയാണ് ഇപ്പൊ നമ്മൾ കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്. നേരത്തെ ടെറാഫ്ലോപ്സ് ഒക്കെ ആയിരുന്നു. ടെറാഫ്ലോപ്സിനേക്കാൾ സ്പീഡ് കൂടി ഇപ്പൊ പെറ്റാഫ്ലോപ്സ് ആയി. ടെറാഫ്ലോപ്സിന് മുമ്പ് എന്തായിരിക്കും, അതിന് ജിഗാഫ്ലോപ്സ് ആയിരിക്കും. അതിന് മുമ്പ് മെഗാഫ്ലോപ്സ് ആയിരുന്നു. അതിനേക്കാളൊക്കെ സ്പീഡ് കൂടി വന്നപ്പോൾ ആദ്യം ഫ്ലോപ്സ്, പിന്നെ കിലോ ഫ്ലോപ്സ്, പിന്നെ മെഗാഫ്ലോപ്സ്, പിന്നെ ജിഗ, പിന്നെ ടെറ, അങ്ങനെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പെറ്റാഫ്ലോപ്സിലാണ്. ഇപ്പൊ പെറ്റാഫ്ലോപ്സ് എന്ന യൂണിറ്റിൽ നമ്മൾ കണക്കാക്കുന്നു, അറിഞ്ഞിരിക്കുക. ഓക്കെ, വീണ്ടും നമ്മൾ മുൻപോട്ട് പോവുകയാണ്. അതിനു മുമ്പ് ഒരാളെ കൂടെ പരിചയപ്പെടുത്തണമല്ലോ. ക്രിപ്റ്റോ കറൻസിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ബിറ്റ് കോയിൻ ഓർത്തിരിക്കണം. ബിറ്റ് കോയിൻ വളരെ പ്രധാനപ്പെട്ട ആളാണ്. മറ്റൊരാളുടെ പേരൂടെ ഓർക്കുക, എത്തേറിയം എന്നെവിടെങ്കിലും കേട്ടാൽ അതൊരു ക്രിപ്റ്റോ കറൻസി ആണെന്ന് മനസ്സിലാക്കുക. ക്രിപ്റ്റോ കറൻസിക്ക് എക്സാമ്പിൾ പറയാം. അതുപോലെ ഡോജ് കോയിൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതൊക്കെ ക്രിപ്റ്റോ കറൻസിയാണ്. ലൈറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയാണ്. ഇതൊക്കെ വിർച്വൽ കറൻസി, ക്രിപ്റ്റോ കറൻസിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാരാണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഉപകാരം ഉണ്ടാവും. ഇനി ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലേ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫിൽ, അതായത് നമ്മൾ കാണുന്ന റിയൽ ലൈഫിൽ വിർച്വൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ, അതായത് അവിടെ റിയൽ ആയിട്ട് ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റിനെ അവിടെ കൊണ്ടുപോയി വെക്കുക എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഏതെങ്കിലും ക്യാമറയിലൂടെ കാണുമ്പോഴോ ഏതെങ്കിലും സ്ക്രീനിലൂടെ കാണുമ്പോഴൊക്കെ ആയിരിക്കും ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുക. അല്ലാതെ ചുമ്മാ വെറുതെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് വേറൊരു സംഗതി കൊണ്ടുവച്ചു അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. അപ്പൊ ഈ സാങ്കേതിക വിദ്യ എന്താണ്? റിയൽ ലൈഫിൽ വേറൊരു ഒബ്ജക്റ്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും, അതിന്റെ ഇന്ററാക്ഷൻസും കാര്യങ്ങളും പഠിക്കുന്നത് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നാണ് പഠിക്കുക. അതിനെ നമ്മൾ പറയാറുള്ളത് ഓഗ്മെന്റഡ് റിയാലിറ്റി. 24 ന്യൂസ് ഒക്കെ കണ്ടിഷ്ടം പോലെ നമുക്ക് മനസ്സിലായിട്ടുള്ള കഥയാണ്. ഇനി ഇവിടുത്തെ ഓപ്ഷനിലെ രണ്ട് പേര് എന്ന് പറയുകയാണ്. ഏതൊക്കെയാണ്? ഒന്ന് വിർച്വൽ റിയാലിറ്റി ഉണ്ട്, മറ്റൊന്ന് ഓഗ്മെന്റഡ് റിയാലിറ്റി ഉണ്ട്. ബാക്കി നിൽക്കട്ടെ, ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു VR ഹെഡ്സെറ്റ് ഉണ്ടായിരിക്കും. ആ VR ഹെഡ്സെറ്റിന് പ്രത്യേകിച്ച് ക്യാമറയൊന്നും ഉണ്ടായിരിക്കുകയല്ല. നമ്മൾ അതങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഹെഡ്സെറ്റ് എന്താ പറയാ, കേൾക്കാനുള്ള സംഗതി ഉണ്ടായിരിക്കും, അതുപോലെ കാണാനുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും. ഇതങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു വിർച്വൽ വേൾഡില്ല, നമ്മൾ ഈ യഥാർത്ഥ ഇവിടുത്തെ ലോകത്ത് നിന്ന് വിട്ടു വേറൊരു ലോകത്തിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പുൽമേടിലായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബീച്ചിലായിരിക്കും, അല്ലെങ്കിൽ പർവ്വതത്തിന്റെ മേളിലായിരിക്കും. അവിടെ നിൽക്കുന്നു, അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കാം, ചിലപ്പോൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, വർത്താനം പറയുന്നു, ചിലപ്പോൾ ഗെയിംസ് കളിക്കുമായിരിക്കും. ഇതൊക്കെ ചെയ്യുന്നു. വേറൊരു ലോകം നമ്മുടെ കണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ച് തരുന്നതാണ് വിർച്വൽ റിയാലിറ്റി. ഇത് VR ഹെഡ്സെറ്റ് എന്നൊക്കെ പറയും. ഇത് ഉപയോഗിച്ചിട്ടാണ് സാധ്യമാക്കുന്നത്. ഇനി ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇത് നമ്മുടെ റിയൽ ലൈഫിനെയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാം. മറ്റേ റിയൽ ലൈഫിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ വിർച്വൽ റിയാലിറ്റിയിലേക്ക് വേറെ എങ്ങോ പോയി. ഇവിടെ AR VR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഇവിടെ നോക്കൂ, ഈ സ്ക്രീനിൽ നോക്കുമ്പോൾ ഞാനൊരു വെയർ ഹൗസിനകത്ത് പോകും, ഒരു സ്റ്റോറേജ് ഏരിയയിൽ പോവാ. ഒരു സാധനം എവിടെയാണ് ഇരിക്കുന്നത് എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടാബിലൂടെ നോക്കുമ്പോൾ ഈ ടാബിൽ ഇതേ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇതെനിക്ക് എടുക്കേണ്ട സാധനമാണ്, ഇങ്ങോട്ട് പോകണം, പിന്നെ ഇടത്തോട്ട് പോകണം, ഇങ്ങനെ വഴിയൊക്കെ എന്നെ കാണിച്ചു തരുക. അത് ആ ടാബിലൂടെ നോക്കുമ്പോഴേ എനിക്ക് ഈ വഴിയൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ, അല്ലാതെ പുറത്തേക്ക് നോക്കുമ്പോഴത്തേനും ഇല്ല. ക്യാമറയിലൂടെ ഞാൻ നോക്കുമ്പോൾ, ടാബിലെ ക്യാമറ വെച്ച് നോക്കുമ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. ഇതുപോലെ നിങ്ങൾ നോക്കിക്കേ, റിയൽ ലൈഫിൽ ഈ കാണുന്ന റോഡ് ഇവിടെ ഉണ്ടോ, മരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇദ്ദേഹം മാത്രം റിയലാണ്.
ബാക്കി ഇവിടുത്തെ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ കറങ്ങുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ഈ റിയൽ ലൈഫിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന വേറൊരു റിയാലിറ്റിയാണ്. ഇതിനെയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. നമ്മൾ മറ്റേ പോക്കിമോൺ ഒക്കെ പിടിക്കാൻ, മറ്റേ പിക്കാച്ചു ഇല്ലേ, പിക്കാച്ചുവിനൊക്കെ പിടിക്കാനായിട്ട് ഗെയിം ഒക്കെ ആയിട്ട് നമ്മൾ കുറെ നടന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഇതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. വിർച്വൽ റിയാലിറ്റി ലോകമായിട്ട് ഒരു ബന്ധവുമില്ല, ഓഗ്മെന്റഡ് റിയാലിറ്റി നമ്മുടെ ലോകവുമായിട്ട് ബന്ധമുണ്ട്. ആ രീതിയിലാണ് സെറ്റ് ചെയ്യുക. പുതിയ ആപ്പിളിന്റെ VR ഹെഡ്സെറ്റ് AR-ഉം VR-ഉം ഒക്കെ ഉള്ള സാധനമാണ്. നമ്മൾ ആപ്പിൾ വിഷൻ മറ്റേ സംഭവമൊക്കെ പറയുമല്ലോ അത്. ഇനി LDC പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ചോദ്യം ഇതാണ്: ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ഉറപ്പാണ് ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഇതൊക്കെ ട്രാൻസ്മിഷൻ മീഡിയത്തിന് എക്സാമ്പിൾ തന്നെയാണ്. ട്വിസ്റ്റഡ് പെയർ കേബിളും ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളും കൊയാക്സിയൽ കേബിളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് ട്രാൻസ്മിഷൻ മീഡിയം അഥവാ വിവരവിനിമയ മാധ്യമം ഉള്ളത്. ഒന്ന് വയർ വെച്ചിട്ട് കണക്ട് ചെയ്തേക്കുന്നത്, മറ്റൊന്ന് വയർ ഇല്ലാത്തത്. വയർ വെച്ചിട്ടുള്ളതിനെ ഗൈഡഡ് എന്നും വയർ ഇല്ലാത്തതിനെ അൺഗൈഡഡ് എന്നും വിളിക്കും. വയറിലൂടെ പോകുന്നത് ഓൾറെഡി വയർ അല്ലെങ്കിൽ വഴിയുണ്ട്, ഓൾറെഡി ഉള്ള വഴിയിലൂടെ പോകുന്നത്. അൺഗൈഡഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വഴിയൊന്നുമില്ല, സ്പേസിലൂടെ മൊത്തത്തിൽ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഗൈഡഡിനകത്ത് ഏറ്റവും പഴയ ആൾക്കാരെന്ന് പറയുന്ന ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണ്. ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്ന ഈ പണ്ടത്തെ നമ്മുടെ ടെലിഫോൺ ലൈനിൽ മറ്റേ പിരിക്കുന്ന ആ സാധനമൊക്കെയാണ്. അപ്പോൾ UTP ഉണ്ട്, STP ഉണ്ട്. UTP എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഷീൽഡ് ഒന്നും കൊടുക്കാത്ത ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണ്. ഇനി STP എന്ന് പറഞ്ഞാൽ ഒരു ഷീൽഡ് കൊടുത്തേക്കുക. അതെ, ഇവിടെ കണ്ട ഒരു ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ഷീൽഡ് കൊടുത്തിട്ടുള്ള ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സോ അതാണ് കഥ. ഇനി അതിനേക്കാൾ സ്പീഡ് ഉള്ളതായിരുന്നു കൊയാക്സിയൽ കേബിൾ എന്ന് പറയുന്നത്. കൊയാക്സിയൽ കേബിൾ നമ്മുടെ കേബിൾ ടിവിയുടെ ബാക്കിൽ കൊണ്ട് കുത്തിയല്ലേ, ഷോക്ക് അടിക്കുന്ന ആ കേബിള്. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഡാറ്റ അയക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫൈബർ ഒപ്റ്റിക്സ് അഥവാ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ്. ഇതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യക്കാരനാണ്. ആളുടെ പേര് നരേന്ദർ സിംഗ് കപാനി എന്നാണ്. ഇനി നോക്കൂ, ട്രാൻസ്മിഷൻ മീഡിയത്തിൽ, അൺഗൈഡഡ് മീഡിയത്തിൽ വേവുകൾ നമ്മൾ ഉപയോഗിക്കും. റേഡിയോ വേവ്സോ മൈക്രോവേവ്സോ ഇൻഫ്രാറെഡ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വിവരവിനിമയം നടത്തുക. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് റേഡിയോ വേവ്സ് ആയിരിക്കും. വൈഫൈയിൽ ഉപയോഗിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ, വൈഫൈയിൽ ഉപയോഗിക്കുന്ന ആരെയാ? റേഡിയോ വേവ്സ് ആണ്. പിന്നെ നമുക്ക് പറയാം ബ്ലൂടൂത്തിൽ ഉപയോഗിക്കുന്ന ഏതാന്ന് ചോദിച്ചാൽ റേഡിയോ വേവ്സ് ആണ്. വൈമാക്സിൽ ഉപയോഗിക്കുന്ന ഏതാ? റേഡിയോ വേവ്സ് ആണ്. സാറ്റലൈറ്റ് ലിങ്കിൽ ഉപയോഗിക്കാറുള്ളത് റേഡിയോ വേവ്സ് ആണ്. ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. റേഡിയോ വേവ്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കുക. ഇതാണ് മാധ്യമത്തെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ചോദ്യം, ഇതും കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് വന്ന ചോദ്യമാണ്. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം, നോട്ട് ദ പോയിന്റ്, പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം മായ OS. മായ OS ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ CDAC OS എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രതിരോധ മന്ത്രാലയം ഉണ്ടാക്കിയതല്ല നമുക്ക് ഉറപ്പിക്കാം. പ്രതിരോധ മന്ത്രാലയത്തിന്റെ പേര് DRDO എന്നാണ്. അപ്പൊ DRDO ഉണ്ടാക്കിയതിന്റെ കൂടെ CDAC വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആളെ സ്കിപ്പ് ചെയ്യാം. ഡിഫൻഡ് OS എന്ന് കണ്ടു കഴിഞ്ഞാൽ ലോജിക് വെച്ച് ആലോചിച്ചാൽ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്, പ്രതിരോധ മന്ത്രാലയം ഉണ്ടാക്കിയത്, ഡിഫൻഡ് OS എന്ന് പറഞ്ഞാൽ ഒരു ഊടായ്പ ഓപ്ഷൻ ഉണ്ടാക്കിയതാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ രണ്ട് ഓപ്ഷൻ ഉള്ളത്, ഇന്ത്യ തനതായി ഉണ്ടാക്കിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇന്ത്യയുടേതായിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ഭാഷാപരമായ സംസ്കാരപരമായ പേരുകളൊക്കെ ആയിരിക്കും കൊടുക്കുക. അഗ്നി OS, മായ OS, ഇത് രണ്ടും നല്ല ഓപ്ഷൻസ് ആണ്. മായ OS ആണ് ശരി. ഇതിൽ രണ്ടിലേതെങ്കിലും നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി കുറച്ച് ആൾക്കാരെയും കൂടെ ഇവിടുന്ന് ചോദിച്ചാൽ നോക്കുക, ബോസ് ഇന്ത്യയുടെ ഫസ്റ്റ് OS ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇന്ത്യയിൽ തനതായി നിർമ്മിച്ചെടുത്ത ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ ബോസ് ആണ്. ബോസ് എന്ന് പറയുന്നത് ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു OS ആണ്, ഓർത്തിരിക്കുക. ഇനി ഇന്ത്യ തന്നെ നിർമ്മിച്ച നമ്മുടേതായ ആദ്യത്തെ മൊബൈൽ OS, ഇന്ത്യയുടെ ഫസ്റ്റ് മൊബൈൽ OS ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് സുഹൃത്തുക്കളെ ഭാരത് OS അഥവാ ഭരോസ് എന്ന് പറയുന്നത്. അപ്പൊ ഭാരത് OS അഥവാ ഭരോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് മൊബൈൽ OS ആണ്. ഇത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ടാണ് ഭരോസ് നിർമ്മിച്ചിരിക്കുന്നത്. ഏത് സ്ഥാപനമാണ് ഭരോസ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ ഭരോസ് നിർമ്മിച്ച സ്ഥാപനം ഏതാ? അത് മദ്രാസ് IIT ആണ്. മദ്രാസ് IIT നിർമ്മിച്ചതാണ് ഭരോസ്, മറന്നു പോവാതെ ഓർക്കുക. ഇനി മായ OS എന്ന് പറഞ്ഞാൽ ഇത് ഡിഫൻസിന് വേണ്ടിയിട്ടാണ്, സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. മായ OS നിർമ്മിച്ച സ്ഥാപനം ഏതാന്ന് ചോദിച്ചാൽ ഓർക്കുക, DRDO ആണ്. DRDO നിർമ്മിച്ചതാണ് മായ OSനെ. ചക്രവ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുക, ആന്റി വൈറസ് പ്രോഗ്രാം, അതായത്
ഈ മായ ഒ എസിലെ ആന്റിവൈറസ് പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ്. ഓർക്കുക, മായ ഒ എസിലെ ആന്റിവൈറസ് സിസ്റ്റം അല്ലെങ്കിൽ പ്രോഗ്രാം അറിയപ്പെടുന്ന പേരാണ് ശരിക്കും ചക്രവ്യൂഹ്. എന്താണ് ചക്രവ്യൂഹ് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അത് മായ ഒ എസിനകത്തുള്ള ആന്റിവൈറസ് പ്രോഗ്രാം ആണ്. ആക്രമണങ്ങളെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ നേരിടാനുള്ള പ്രോഗ്രാമാണ് ചക്രവ്യൂഹ് എന്ന് പറയുന്നത്. ഇതും ചേർത്ത് വെച്ച് പഠിച്ചോളൂ, നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കി, ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് ക്ലൗഡ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലൗഡ് 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 എന്ന് പറഞ്ഞ വാക്ക് എഴുതിയത് തെറ്റിപ്പോയതാണ്, അതുകൊണ്ട് ക്യാൻസൽ ചെയ്യോ എന്താന്ന് കണ്ടറിയേണ്ട വരും. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫോണില് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ട വിവരം നമ്മൾ അവിടെ സൂക്ഷിച്ചു വെക്കാതെ അവിടെയും സൂക്ഷിച്ചു വെക്കുമായിരിക്കും. കൂടെ ഒരു കോപ്പിയോ മറ്റോ എടുത്ത് നമ്മൾ മറ്റ് ഏതെങ്കിലും ഒരു കമ്പനി തരുന്ന സെർവറിലെ സ്ഥലത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് ശരിക്കും നമ്മൾ ക്ലൗഡ് എന്ന് പറഞ്ഞ ടെക്നോളജി വിളിക്കുക. നമ്മുടെ കമ്പ്യൂട്ടറിലല്ലാതെ വേറെ ഏതെങ്കിലും കമ്പനി തരുന്ന സൗകര്യത്തിൽ ഒരു സെർവറിൽ കൊണ്ടുപോയി വെക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ശരിക്കും ക്ലൗഡ്. ഇവിടെ നോക്കിയേ, ഇമെയിൽ നിങ്ങൾ അയച്ച ഇമെയിലും നിങ്ങൾ അയച്ച അറ്റാച്ച്മെന്റുകളും നിങ്ങൾക്ക് വന്ന അറ്റാച്ച്മെന്റുകളും ഒക്കെ എപ്പോൾ വേണേ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് വന്നതൊക്കെ പക്ഷെ എവിടെയോ വന്നിരിപ്പില്ലേ? നിങ്ങളിപ്പോൾ ജിമെയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജിമെയിലിൽ കുറെ ഫോട്ടോസ് ഒരാൾ അയച്ചു തന്നെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അത് ഇപ്പോഴും ജിമെയിലിന്റെ സെർവറിൽ സുരക്ഷിതമായി ഇരിക്കണ്ടല്ലോ. അത് ക്ലൗഡിലുള്ള സ്റ്റോറേജ് അല്ലേ? നിങ്ങൾ കുറെ ആൾക്ക് അയച്ചു കൊടുത്ത നിങ്ങളുടെ ഡോക്യുമെന്റോ ഫോട്ടോസ് എല്ലാം നിങ്ങളുടെ സെൻഡ് ഐറ്റംസിൽ ഇപ്പോഴും കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മറ്റൊരിടത്ത് എവിടെയോ സെർവറിൽ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? സോ ഉറപ്പായിട്ടും ഇവിടെ ക്ലൗഡ് ഉണ്ട്. ഫേസ്ബുക്കിന്റെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറും ഇതൊക്കെ എവിടുന്ന് നിങ്ങൾക്ക് ലോഗിൻ ചെയ്താലും കാണാൻ പറ്റും, അത് ക്ലൗഡിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. യൂട്യൂബ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് കാണാൻ പറ്റും, മറ്റാരെങ്കിലും അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഒക്കെ ഏതോ സെർവറിൽ ഇരിപ്പുണ്ട് ക്ലൗഡ്. ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസോ എന്ത് സാധനങ്ങളോ സൂക്ഷിച്ചു വെക്കാനുള്ള സൗകര്യം തരുന്ന ഗൂഗിളിന്റെ സർവീസ് ആണ് ശരിക്കും ഗൂഗിൾ ഡ്രൈവ്. ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ക്ലൗഡിന് എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ, അടുത്തത്, താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? ഒന്നും പറയേണ്ട കാര്യം കൂടിയില്ല. ബ്ലൂറേ ഡിസ്ക് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. പെൻഡ്രൈവ് എന്ത് ടൈപ്പാ? പെൻഡ്രൈവിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫ്ലാഷ് ടൈപ്പ് എന്നാണ്, ഫ്ലാഷ് ടൈപ്പ് എന്ന് വിളിക്കും. ഇനി ഹാർഡ് ഡിസ്ക് ഏത് ടൈപ്പാ? ഇത് മാഗ്നറ്റിക്കും ഉണ്ട്, മാഗ്നറ്റിക് ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലാഷ് ടൈപ്പും ഉണ്ട്. മെമ്മറി കാർഡ് എന്ത് ടൈപ്പാ? അത് ഫ്ലാഷ് ടൈപ്പ് ആണ്. സെമി കണ്ടക്ടറിൽ ഒരു ചിപ്പിനകത്ത് സൂക്ഷിച്ചു വെക്കുന്ന എല്ലാം ഫ്ലാഷ് ടൈപ്പാ. അപ്പൊ ഇത് ഓക്കെ, ഇത് ചിപ്പാണ്, ഇത് ചിപ്പാണ്. ഇവിടെ ഫ്ലാഷ് ടൈപ്പ് ഹാർഡ് ഡിസ്കും ചിപ്പിൽ സൂക്ഷിച്ചു വെക്കുന്ന തരത്തിലുള്ള ഹാർഡ് ഡിസ്കും ഉണ്ട്. അതിനെ SSD എന്ന് വിളിക്കും, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാ വിളിക്കുക. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ ഇതൊക്കെ അയക്കാം, ശരിയാണ്. പേപ്പർ ഉപയോഗിക്കാത്ത കാരണം പരിസ്ഥിതി സൗഹാർദ്ദം, ശരിയാണ്. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ലെന്നാണ്. പണ്ടത്തെ കാലത്ത് കുറെ അറ്റാക്കുകൾ വന്നിട്ടുള്ളത് ഇമെയിൽ വഴി തന്നെയാണ്. അതുകൊണ്ട് വൈറസ് വ്യാപനമോ വോമോ എന്ത് വേണം നടക്കും, ഒരു പ്രശ്നമില്ല, അറ്റാച്ച്മെന്റ് ആയിട്ട് വരാലോ. ഇനി ലേറ്റസ്റ്റ് ആലപ്പുഴ പാലക്കാട് LDC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന നമ്മുടെ IT ചോദ്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന നോക്കുക. ശരിയായ, ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു, ശരിയാണ്. ഹബ് എന്താ ചെയ്യുന്നത്? ഹബ് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇത് ഹബ്ബാണ്. ഹബ്ബ് ഒരു 3-4 കമ്പ്യൂട്ടറിനെയൊക്കെ കൂട്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു. ഈ നെറ്റ്വർക്കിനെ ABCD എന്ന് ഞാൻ വിളിക്കുകയാണ്. ഓക്കെ, ഇത് ഓരോന്നും ABCD ഓരോ നെറ്റ്വർക്കിലെ നോഡാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആണ്. ഇവിടെ എയിൽ നിന്ന് ഡിയിലേക്ക് ഞാനൊരു വിവരം അയക്കണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു വഴി വന്ന് കറക്റ്റ് ഇങ്ങോട്ടേക്ക് വിവരം പോരുകയല്ല. എന്ത് വിവരമാണോ അയക്കുന്നത് അത് മൊത്തം ഹബിൽ നിറയും. ബിയുടെ അറ്റത്തും പോയി നിൽക്കും, സിയുടെ അറ്റത്തും പോയി നിൽക്കും. വേണ്ടയാൾ ഡി ആയതുകൊണ്ട് ഡി റിസീവ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി രണ്ടാമത്തെ സെന്റൻസ് വായിച്ചേ. ഡാറ്റ പാക്കറ്റുകൾ സ്വീകർത്താവിന് വേണ്ടി മാത്രം അയക്കുന്നു, ശരിയാണോ? അല്ലല്ലോ. ഇത് എല്ലാവർക്കുമാണ് ചെല്ലുന്നത്, സ്വീകർത്താവ് മാത്രം ഇതിനെ റിസീവ് ചെയ്യുന്നു. മനസ്സിലാവോ? സ്വീകർത്താവിന് മാത്രം അയക്കുന്ന ആളല്ല ഹബ്ബ്, എല്ലാവർക്കും കൂടെ അയക്കുന്നു, വേണ്ട ആൾ റിസീവ് ചെയ്യുന്നു. സോ അത് തെറ്റാ. ഇവിടെ ഈ എല്ലാവർക്കും കൂടി കൊടുക്കുന്ന പരിപാടിയെ വിളിക്കുന്ന പേര് ശരിക്കും ബ്രോഡ്കാസ്റ്റിംഗ് എന്നാണ്. ബ്രോഡ്കാസ്റ്റിംഗ് എന്നോ ഡാറ്റ ഫ്ലഡിംഗ് എന്നൊക്കെയാണ് വിളിക്കുക. സോ ഇത് ശരിയല്ല. അടുത്തത്, ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഔട്ട്പുട്ട് പോർട്ടും മാത്രം. അങ്ങനെയാണ്. ഇപ്പൊ തന്നെ ഞാൻ 4 വരച്ചില്ലേ, മിക്കവാറും ഒരു 8 പോർട്ടൊക്കെ ഉണ്ടാവാറുണ്ട് ഹബിന്. സോ ഇത് തെറ്റാ. ഈ പറയുന്ന ആളാരാന്നറിയാവോ? ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടും മാത്രമുള്ള ആളുടെ പേര്
രണ്ട് ലാനിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന, രണ്ട് ലാനുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന, അല്ലെ ഒരു ലാനിനെ രണ്ട് സെഗ്മെന്റ് ആക്കാൻ ഉപയോഗിക്കുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്ന ആൾക്കാണ് ശരിയാണ്. ഇയാൾക്ക് രണ്ട് പോർട്ട് മാത്രമേ ഉള്ളൂ. അത് ബ്രിഡ്ജിന്റെ സവിശേഷതയാണ്. സോ ഒന്ന് മാത്രം ശരി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത 60. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്ക് കൂട്ടൽ. സ്പ്രെഡ്ഷീറ്റിൽ കണക്ക് കൂട്ടാനുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ മാത്തമാറ്റിക്കൽ പാക്കേജ് എന്ന് കാണുമ്പോൾ എല്ലാവർക്കും ആ വഴിക്ക് പോകാൻ ഒരു പ്രവണത തോന്നും. അങ്ങനെ ഒരു സംഗതി ഇല്ല. ഫങ്ഷൻസ് ആണ് സാധാരണ. ടൈപ്പിസ്റ്റ്, ഡാറ്റ എൻട്രി അങ്ങനെയുള്ള എക്സാമുകൾക്ക് ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യമാണ്. നമുക്ക് അങ്ങനെ വരാറില്ല. അധികം അകത്തേക്ക് കയറി നമുക്ക് അങ്ങനെ വരാറില്ല. ഒരു തവണ വന്നു, അതുകൊണ്ട് എന്നാ പിന്നെ എക്സലിൽ എല്ലാ കാര്യങ്ങളും പഠിക്കാം, എല്ലാ ബാറും ഒക്കെ പഠിച്ചേക്കാം, വേർഡിൽ എല്ലാം പഠിച്ചേക്കാം, ആ വഴിക്ക് പോകണ്ട. അങ്ങനെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറില്ല. ഒരു തവണ വന്നു, ഒന്ന് ആലോചിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. പരിചയമുള്ളവർക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? വയർലെസ് റൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് വൈഫൈ തരുന്ന റൂട്ടർ നിങ്ങൾ ഓർത്താൽ മതി. അപ്പൊ ഈ വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കുക എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോ മേളിലും താഴെയാണ് ശരിക്കും വീടുള്ളത്. താഴെ ഞാൻ റൂട്ടർ വെച്ചിട്ടുണ്ട്. എന്റെ റൂട്ടറിന്റെ സിഗ്നൽ മേളിൽ കിട്ടുന്നില്ലെങ്കിൽ ആ മേളിലൂടെ കിട്ടാൻ ഞാൻ കൊണ്ടുപോയി വെക്കുന്ന അഡീഷണൽ ഉപകരണത്തിന്റെ പേര് ഒന്നെങ്കിൽ എക്സ്റ്റെൻഡർ എന്ന് ഞാൻ വിളിക്കും, സിഗ്നൽ എക്സ്റ്റെൻഡർ അല്ലെങ്കിൽ വയർലെസ് എക്സ്റ്റെൻഡർ എന്നൊക്കെ ഞാൻ വിളിക്കും. അല്ലെങ്കിൽ വിളിക്കുന്ന പേര് റിപ്പീറ്റർ എന്നായിരിക്കും. അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന പേര് സിഗ്നൽ ബൂസ്റ്റർ എന്നായിരിക്കും. അല്ലെങ്കിൽ സിഗ്നലിന്റെ ശക്തി കൂട്ടാൻ ആംപ്ലിഫയർ എന്ന് വിളിക്കും. ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ് ഇയാൾക്കുള്ളത്. എക്സ്റ്റെൻഡർ, ബൂസ്റ്റർ, ആംപ്ലിഫയർ ഇതെല്ലാമാണ് ശരിയായിട്ടുള്ള പേര്. ബാക്കിയുള്ളതൊന്നും ശക്തി കൂട്ടുക, റേഞ്ച് കൂട്ടുക ആ ഫംഗ്ഷൻ ഉള്ള ആൾക്കാരല്ല. ഇനി അടുത്തത്, ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏത്? പോയിന്റിംഗ് ഡിവൈസ് ഇൻപുട്ട് മൗസ് കഴ്സ് അല്ലെങ്കിൽ മൗസ് പോയിന്ററിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ക്രീനിന്റെ ഏത് ഭാഗത്തേക്കും അനായാസം നീക്കാൻ സഹായിക്കുന്ന ഉപകരണം അതിവിടെ നമുക്ക് മൗസിനെയാണ് പറയാൻ പറ്റുക. മൗസ്, ടച്ച് പാഡ്, ജോയ് സ്റ്റിക്ക് ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെയാണ് ശരിക്കും നമ്മുടെ ഗ്രാഫിക് ടാബ്ലറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ, സ്റ്റൈലസ്, ഇതൊക്കെ ഞാൻ ഈ എഴുതുന്നതും വരയ്ക്കുന്ന ഈ സാധനം, ഇതൊക്കെയാണ് പോയിന്റിംഗ് ഡിവൈസ്. മൗസ് പോയിന്ററിനെ ഈസി ആയിട്ട് സ്ക്രീനിൽ ഓടിച്ചു നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അങ്ങനെ വിശേഷിപ്പിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചോദിച്ചാലും ശരിയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാണ്? അത് ഉത്തരം എഴുതിയാൽ പോരെ. ഗൂഗിൾ ക്രോം ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന OS ഏതാന്ന് ചോദിച്ചാലോ, ഇന്ത്യയിലോ ലോകത്തിലോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന OS ഏതാന്ന് ചോദിച്ചാൽ OS ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വിൻഡോസ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന OS വിൻഡോസ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൊബൈൽ OS ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആൻഡ്രോയിഡുമാണ്. ആൻഡ്രോയിഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഇന്ത്യയിലോ ലോകത്തിലോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൊബൈൽ OS ആൻഡ്രോയിഡ് ആണ്. OS വിൻഡോസ് ആണ്. ബ്രൗസർ ചോദിച്ചാൽ അത് ഗൂഗിൾ ക്രോം ആണ്. സെർച്ച് എഞ്ചിൻ ചോദിച്ചാൽ അത് ഗൂഗിളുമാണ്. മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇതുവരെ നടന്ന LD എക്സാമിലെ IT ചോദ്യങ്ങളെല്ലാം നോക്കിയപ്പോൾ ITയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും 3 എന്ന് പറഞ്ഞിട്ട് 5 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ IT ഈസ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ നോക്കി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി എക്സാം എഴുതാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് പറയുന്ന കാര്യമാണ്. മെമ്മറി യൂണിറ്റ് എന്ന് ഒരു ചോദ്യമാണ് നമ്മൾ കണ്ടത്. മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കിലോബൈറ്റ് ആ ഒരു സംഭവം, ആ ഒരു ചോദ്യം കണ്ടിട്ടുള്ളൂ. സോഫ്റ്റ്വെയറും അത് ബിൽഡ് ചെയ്തിരിക്കുന്ന കമ്പനിയും, അതായത് മെറ്റയുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ അഡോബിയുടെ ഫോട്ടോഷോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പൊ സോഫ്റ്റ്വെയർ, ഏത് സോഫ്റ്റ്വെയർ ഏത് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു, അത് ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് പഠിച്ചു വെക്കണം. 3 മാർക്ക്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, പാനൽ, ആന, മാന, അതിൻ്റെ അകത്ത് ഒരു ചോദ്യമാണ് വന്നേക്കുന്നത്. ബട്ട് നെറ്റ്വർക്കിംഗ് ഇമ്പോർട്ടൻ്റാ. നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ഭാഗത്ത് നിന്ന് 4 ചോദ്യം ചോദിച്ചു. 4 ചോദ്യം. റൂട്ടറായി, ഹബ്ബായി, പിന്നെ റിപ്പീറ്ററായി, ഇങ്ങനെ ചോദ്യങ്ങൾ വരികയാണ്. വീണ്ടും പ്രതീക്ഷിക്കാം. ഗേറ്റ് വേ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഒരു പക്ഷെ അടുത്ത എക്സാമിന് ഗേറ്റ് വേയിൽ നിന്നായിരിക്കും ഒരു പക്ഷെ ചോദ്യം ഉണ്ടാവുക. അങ്ങനെ 4 ചോദ്യങ്ങൾ. കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ITയുടെ ഭാഗത്ത് നിന്ന് 5 ചോദ്യം. അത് PSC ബുള്ളറ്റിനിലും മറ്റും വന്ന പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി പഠിക്കുക. ഒന്ന് അധ്വാനിച്ച് ചുമ്മാ നിങ്ങൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന കറണ്ട് അഫേഴ്സിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് പഠിച്ചാലും മതി. ആ ഭാഗത്തുനിന്നുള്ള മാർക്ക് അത്യാവശ്യം കിട്ടും. 2 മാർക്കാണ് സാധാരണ ചോദിക്കുക. പക്ഷെ ഏറ്റവും അവസാനം നടന്ന എക്സാമിന് കറണ്ട് അഫേഴ്സിൽ നിന്ന് ഉണ്ടായിരുന്നില്ല ചോദ്യം. അപ്പൊ കറണ്ട് അഫേഴ്സിൽ നിന്ന് എപ്പോഴും 2 മാർക്ക് എന്ന് വിചാരിക്കേണ്ട. കഴിഞ്ഞ എക്സാമിന് അങ്ങനെ 2 മാർക്ക് ചോദിച്ചില്ല. 5ഉം സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡാറ്റ തന്നെയാണ് ചോദിച്ചത്. അപ്പൊ അവിടെ നിന്ന് ഇനിയും ചോദ്യങ്ങൾ നിർബന്ധമില്ല. ഒന്ന് നോക്കിയാൽ നല്ലതാണ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നോക്കിയാൽ നല്ലതാണ്.
സൈബർ ക്രൈമിൽ നിന്ന് ഒറ്റ ചോദ്യം, ഒരു ഫിഷിങ്ങിന്റെ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. സോഫ്റ്റ്വെയറിന്റെ ഡിവിഷനിൽ നിന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആ കാറ്റഗറിയിൽ നിന്ന് ഏകദേശം 2 ചോദ്യം ഉണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ നോക്കണം. പിന്നെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഭാഗത്തുനിന്ന് ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഒരാളെ ചോദിച്ചു, ഒരാളെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പോയിന്റിംഗ് ഡിവൈസിന്റെ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും പ്രധാനമായും നിങ്ങളുടെ കയ്യിലുള്ള നോട്ടും മറ്റു കാര്യങ്ങളും വെച്ച് നിങ്ങൾ നോക്കേണ്ട പ്രധാന ആള് നെറ്റ്വർക്കിംഗ് ഡിവൈസസ് നോക്കുക, സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ, ഡിവിഷൻസ്, ഇന്റർനെറ്റ് പ്രോഡക്ട്സ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്ന ആ ഭാഗം നോക്കുക. ഇനി കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം അതും ഒന്ന് നോക്കിക്കൊള്ളുക. ഇതാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മേഖല. ഇവിടുന്ന് മാത്രമേ ഇനിയും വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ വരാൻ സാധ്യതയുണ്ട്. ഇതുവരെയുള്ള ചോദ്യങ്ങൾ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത് അതാണ്. അപ്പൊ നോക്കി പഠിക്കുക. ഇത്രയും സമയം എടുത്ത് ഈ ചോദ്യങ്ങൾ പറഞ്ഞു തന്നത്, ആ ചോദ്യങ്ങളും മനസ്സിലാവണം, അത് എവിടുന്നാണ് വന്നത്, ഇനി കൂടുതൽ നോക്കേണ്ട ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലാവണം. ആ ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ്. പഠിച്ചിട്ട് പോയി എക്സാം എഴുതൂ. ഓൾ ദ വെരി ബെസ്റ്റ്. ശരി.